വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർജുൻ കേരളത്തിൽ ആങ്കോള, കർണാടക, ഉത്തര കന്നഡയിൽ ഷിരൂരിൽ മണ്ണിനടിയിൽ അകപ്പെട്ട അർജുൻ എന്ന കോഴിക്കോട് സ്വദേശിയായ കാണാതെയായിട്ട് ഇന്ന് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. ഉരുകുന്ന മനസ്സുമായുള്ള കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും കാത്തിരിപ്പിന് അന്ത്യമാകുമെന്ന പ്രതീക്ഷയോടുകൂടി അർജുനെ തിരയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഒരുപാട് തെരച്ചിൽ മലയാളിയായ റിട്ട മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലും സംഘം ബുധനാഴ്ച ഷിരൂരിലെത്തിയിട്ടുണ്ടായിരുന്നു. മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ പരിശോധിക്കാൻ കഴിയുന്ന അത്യാധുനിക ഉപകരണങ്ങളുമായിട്ടാണ് അദ്ദേഹം എത്തുന്നതും. അങ്ങനെ അർജുന് വേണ്ടി ഇത്രയെല്ലാം തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കും കേരളത്തിൽ എത്തിയെന്ന് പറയുമ്പോൾ വല്ലാത്ത ഞെട്ടലോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ്. ഷിരൂരിൽ അപകടം നടന്ന മേഖലയിലെ ഭൂപ്രകൃതി ഒരു വലിയ വെല്ലുവിളിയാണ്. അത്ര വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡ്രോൺ സംവിധാനങ്ങളും പെടുത്തലാണ് ഏറ്റവും ഉചിതം എന്ന രീതിയിൽ അർജുന് വേണ്ടി ഒരുപാട് തെരച്ചിലുകൾ പല വിധത്തിലവിടെ നടന്നു. ദിവസങ്ങളോളം അർജുന് വേണ്ടിയുള്ള തെരച്ചിലുകൾ നടന്നിട്ട് അവസാനം അർജുനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള സങ്കടവും പിന്നെ അവിടുത്തെ സാഹചര്യവും അവിടുത്തെ പ്രകൃതി സാഹചര്യത്തിൽ തെരച്ചിൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തൽക്കാലം നിർത്തുകയും ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്കാണ് അർജുൻ കേരളത്തിൽ പെട്ടെന്ന് എത്തി എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തി. ഓരോ ദിവസവും അർജുൻ കിട്ടിയോ എന്ന ചോദ്യവുമായിരുന്നു മലയാളികളുടേതും എല്ലാവരുടേതും. ഉറക്കമൊഴിഞ്ഞു അർജുന് വേണ്ടി തെരച്ചിൽ നടത്തി. ജീവനോടെ കിട്ടാൻ വേണ്ടി അമ്പലത്തിലും പള്ളിയിലും ഒക്കെ അർജുന് വേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം തെരച്ചിൽ നിർത്തി എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് വലിയ സങ്കടമുണ്ടാക്കി, അത് വലിയ പ്രയാസമുണ്ടാക്കി. കാരണം അർജുൻ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം, അർജുനെ ലോറി കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ്. അപ്പോഴാണ് കേരളത്തിൽ അർജുൻ എത്തി എന്ന് പറയുന്ന ഒരു വാർത്ത. ഞാൻ പെട്ടെന്ന് ആ വാർത്ത കാണാൻ വേണ്ടി നോക്കിയ സമയത്ത് ആ വാർത്തയിൽ പറയുന്നത്, ആ ഒരു ചാനൽ പറയുന്ന അർജുൻ കേരളത്തിൽ ഒരു അപകടത്തിൻ്റെ വെള്ളത്തിൽ ആയിരുന്നുവെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അർജുനെ പിടിച്ചെടുക്കുമായിരുന്നു. കർണാടകയിലായതുകൊണ്ടാണ് പ്രശ്നമായത് എന്ന രീതിയിൽ. ഇതുവരേക്കും കർണാടകയിലെ ആളുകളും അതുപോലെ എല്ലാവരും ചേർന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിനുവേണ്ടി അധ്വാനിച്ച് സാധിക്കും വിധം ഓരോരുത്തരും അതിൻ്റെ പിന്നിലായിരുന്നു. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. അപ്പോൾ ഇത്രയെല്ലാം തെരച്ചിലുകൾക്ക് നന്ദി പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള കേരളത്തിലായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് വന്നവർക്ക് പോലും അതിനെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല. എല്ലാവരുടെയും കാരണം വിഷർ മൽപ്പ വന്ന് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചെളിയും പലതും കാണുമ്പോൾ കൃത്യത കാണുന്നില്ല എന്നുള്ള, ഇന്നും അർജുന് വേണ്ടി തെരച്ചിലും താൽക്കാലികമായി ഒരു ജീവന് വേണ്ടി പല ജീവനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ ആണ് ആ തെരച്ചിലുകളൊക്കെ നിർത്തിയത്. ആ സമയത്ത് കേരളത്തിലാണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നാം ഒരു ഉപകാരം ചെയ്യുമ്പോൾ നാം നന്ദിയുള്ളവരാണ്. അർജുൻ ഇനി ഇത്തരത്തിലുള്ള ഒരു ചാനലിൽ എന്തെങ്കിലും വിഷയം വന്നതുകൊണ്ട് നമുക്ക് അർജുനോട് ഒരു സ്നേഹം കുറയൂല. അർജുനോട് സ്നേഹം 10 മടങ്ങ് കൂടുകയാണ്. ആരെങ്കിലും എവിടെ ഇരുന്നിട്ട് വിളിച്ചൊന്നും പറയാം. എന്നാൽ നന്ദി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മനുഷ്യനിപ്പോൾ ഇല്ലാത്തതും അത് തന്നെയാണ്. നന്ദിക്കേടുള്ള ആളുകളായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതാവരുത്. നാം ഇതുവരേക്ക് ആ രക്ഷാപ്രവർത്തനം ചെയ്തവർക്കും അർജുനും ഒന്നിച്ചായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അവരുടെ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, അത് ഈ ഒരു ഘട്ടത്തിൽ പോലും ഈശ്വർ മൽപ്പ അവിടെ ഇറങ്ങുന്നതും അതുപോലെ പല വിധത്തിലുള്ള പ്രയത്നങ്ങൾ അവിടെ നടത്തുന്നതെന്ന് പറയുന്നത്, അവിടുത്തെ സാഹചര്യം നോക്കുമ്പോൾ നമുക്കിവിടെ നിന്ന് എവിടെയെങ്കിലും വിളിച്ചിരുന്ന് പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. അത് അവിടെ എത്തണം, അവിടെ പോയി അനുഭവിക്കണം. അപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലാകുന്നത്. നാം ഇത്രയും തിരച്ചിൽ കഴിയുമ്പോൾ അർജുൻ നാം അറിയാതെ കേരളത്തിൽ എത്തിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നോക്കിയതാണ്. നോക്കുമ്പോൾ കേരളത്തിലായിരുന്നുവെങ്കിൽ നാം അർജുന് ജീവനോടെ എടുക്കുമായിരുന്നു എന്ന രീതിയിലൊക്കെ ആ വാർത്തകൾ. തീർച്ചയായും അതൊരു നന്ദി കെട്ട വാർത്തയാണ്. അർജുൻ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ.